ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. ഇനി നിങ്ങൾ അവസാനം മറന്നുപോയാലോ? അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒരു 200 ലൈക്സ് എങ്കിലും കിട്ടണം എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു. ഞാനത് വീഡിയോയിൽ പറയുകയും ചെയ്തു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് 200+ ലൈക്സ് കിട്ടി. സാധാരണ അത്രയും വ്യൂസ് ഉള്ളതിന് 200-ന് ലൈക്സ് അങ്ങനെ കിട്ടാറില്ല. അപ്പം ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നങ്ങനെ എപ്പോഴും പറയാറില്ല. അതുപോലെ ഞാൻ എപ്പോഴും വീഡിയോയുടെ അവസാനമാണ് ലൈക്ക്, സബ്സ്ക്രൈബ് എന്നൊക്കെ പറയാറുള്ളത്. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ തന്നെ എന്നോട് പറയുമായിരുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൂടുതൽ ലൈക്കും സബ്സ്ക്രിപ്ഷനും വ്യൂസും ഒക്കെ കിട്ടണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് ഒരു വ്യൂസും കിട്ടുന്നില്ല, അങ്ങനെ ആരും കാണുന്നില്ല, ആരും കമൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം അങ്ങനെ വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാകില്ല അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ യൂട്യൂബേഴ്സിനെയും പോലെ എനിക്കും കുറേ വ്യൂസും ലൈക്സും സബ്സ്ക്രിപ്ഷനും ഒക്കെ കിട്ടണമെന്നുണ്ട്. പിന്നെ പറയുമ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉഴപ്പുന്നതുകൊണ്ട് ഞാനങ്ങനെ അതധികം സ്ട്രെസ് ചെയ്യാറില്ല. ആദ്യം നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും നമ്മുടെ ജോലി ചെയ്യുക എന്നുള്ളതാണല്ലോ. നമുക്കൊരു 9 to 5 ഫുൾ ടൈം ജോബ് ഉള്ളപ്പം അതിൻ്റെ കൂടെ ഇത് കൊണ്ടുപോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറ്റുമ്പോഴൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീക്ക്ലി വൺസ് ചെയ്യും. പിന്നെ ഈ വെക്കേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കമ്മിറ്റ്മെൻറ്റ്സ് വരുമ്പോൾ അത് പറ്റാറില്ല. അപ്പോൾ അങ്ങനെയാണ് ഇടയ്ക്ക് ബ്രേക്ക് വരുന്നത്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറേ പേരുണ്ട് അത് മനസ്സിലാക്കുകയും വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവർ. പക്ഷേ ഒരു യൂട്യൂബ് പെർസ്പെക്റ്റീവിൽ നിന്നും ഞാനൊരു കൺസിസ്റ്റൻറ്റ് യൂട്യൂബർ അല്ല, അതെനിക്കറിയാം. നമ്മളെപ്പോഴും നമുക്ക് കുറേ കാര്യങ്ങളുള്ളപ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണമെന്നാണല്ലോ പറയുക. അപ്പോൾ ഞാനങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ യൂട്യൂബ് പുറകിലായി പോവും. ഇടയ്ക്കൊക്കെ ബ്രേക്ക് ആയാലും എന്താണെങ്കിലും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. നമ്മുടെ ചാനലിൽ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ മെൽബണിൽ സെറ്റിലായിട്ടുള്ള ഒരു മലയാളി ഫാമിലിയാണ്. ഞാനും ഹസ്ബൻഡും IT ആണ്, 2 മക്കളാണ്. ഓഫീസിൽ 2 ദിവസം പോകണം, ബാക്കി 3 ദിവസം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാം. ഇനിയിപ്പം ഈ വർഷം വീണ്ടും അത് കൂടുമോ എന്നറിയില്ല. ഇന്ന് ഞാൻ ഓഫീസിൽ പോകുന്ന ഒരു ദിവസമാണ്. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എണീറ്റു. സാധാരണ ഞാനൊരു 5:30 ഒക്കെ ആകുമ്പോൾ എണീക്കും. എന്നിട്ട് കുറച്ച് നേരത്തെ, അതായത് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു ക്വിക്ക് സ്ട്രെച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മുടെ കിച്ചണിലുള്ള പരിപാടികളൊക്കെ ഒന്ന് പെട്ടെന്ന് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ തലേന്ന് കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കും. മക്കൾസിന് സമ്മർ വെക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അവരും അനീഷും വീട്ടിലുണ്ട്. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു തോരൻ ഉണ്ടാക്കി ഇന്നലെ. പിന്നെ മീൻകറിയും ചോറും ഒക്കെ ഫ്രിഡ്ജിലുണ്ട്. രാവിലെ അപ്പവും മുട്ടക്കറിയാണ്. ഞാൻ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇവർക്ക് ഇഡ്ഡലി, ദോശ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ നാളായി ഇപ്പോൾ അപ്പം ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന്. കറിയുടെ മസാലയൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലാം റെഡിയാക്കി തലേന്ന് വെച്ചു. ഇന്ന് രാവിലെ അതൊന്ന് ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട്, ഇത് തേങ്ങാപ്പാൽ പൊടി കൊണ്ടുള്ള തേങ്ങാപ്പാലാണ്. നല്ല ടേസ്റ്റിയാണ്. ഇത് മാഗിയുടെയാണ്, നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഈ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി മുട്ടക്കറിയാണ്. ഉണ്ടാക്കാനും നല്ല എളുപ്പമല്ല, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്കതുപോലെ കോൾസിനാണെങ്കിലും കോക്കനട്ട് മിൽക്ക് കിട്ടും, അതും നല്ല തിക്ക് ആൻഡ് ക്രീമിയാണ്. ഞാൻ പിന്നെ ഈ പൊടി ഇപ്പോൾ ഒരു സൗകര്യം ആയതുകൊണ്ട് കുറേ ആയിട്ട് മിക്കവാറും അത് തന്നെയാണ് മേടിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഇനി ഞാൻ റെഡിയായിട്ട് വന്നിട്ട് ഞാൻ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും സീരിയലും അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പ്ലം ഉണ്ടല്ലോ, നല്ല മധുരമുള്ള പ്ലമ്മാണ്. ഞാൻ പഴത്തിൻ്റെയൊക്കെ കൂടെ 2 പ്ലമ്മും കൂടെ അരിഞ്ഞിടുന്നതാണ്. ഞാൻ ഈ പറയും പോലെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ് മിക്കവാറും ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് മൺഡേ ടു ഫ്രൈഡേ ഒരു 10 മണിക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ഒരു 7 മണിക്കുള്ളിൽ ഡിന്നർ കഴിക്കുക. ആ ഒരു പാറ്റേൺ ആണ് മിക്കവാറും ഫോളോ ചെയ്യാറുള്ളത്. അപ്പോൾ ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലും ഇതുപോലെ കൊണ്ടുപോകും. ഞാൻ ഇതിന് മുന്നിലത്തെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയാറുണ്ട്. അതത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരു കമൻറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. പൊതുവേ വളരെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു രീതിയാണ് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊരു ഡയറ്റ് എന്ന രീതിയിലല്ല, ഒരു ലൈഫ് സ്റ്റൈൽ എന്ന രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം ചെയ്യുകയാണെങ്കിൽ തന്നെ, നിങ്ങളിപ്പോൾ രാവിലെ ഒരു 8 മണിക്ക് ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ വൈകുന്നേരം ഒരു 6 മണിക്കാകുമ്പോൾ നിങ്ങളുടെ ഡിന്നർ തീർക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഒരു നല്ല ഫാസ്റ്റിംഗ് വിൻഡോ വരുന്നുണ്ട്. ബേസിക്കലി അതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ പല ഡയറ്റിങ്ങിനെ കുറിച്ചും വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ഫാസ്റ്റിംഗ് വിൻഡോ എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ ഹീൽ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൂടുതലൊക്കെ വായിച്ച് നോക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം ഫോളോ ചെയ്യുമ്പം നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് എങ്ങനെയാണത് ഫീൽ ചെയ്യുന്നത് എന്നൊന്ന് മൈൻഡ്ഫുള്ളായിട്ട് ആലോചിക്കാം. നമുക്ക് നല്ല എനർജി തോന്നുന്നുണ്ടോ, മെൻ്റൽ ക്ലാരിറ്റി തോന്നുന്നുണ്ടോ, അതുപോലെ ഹെഡ് ഏക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ടോ,
അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ നസ്യ നമുക്കതൊരു ഫീൽ ഗുഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു നല്ല ഷിഫ്റ്റ് ആവാനാണ് സാധ്യത. അതുപോലെ നമുക്ക് പറ്റുന്ന അത്രയും ഇൻഫർമേഷൻസ് അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുക, നമ്മൾ അറിഞ്ഞിരിക്കുക. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഒരാളോ പറയുന്നത് കൊണ്ട് മാത്രം അത് ശരിയാണ് എന്നുള്ള ഒരു അസംഷനിൽ എത്തിപ്പെടാതിരിക്കുക. നമുക്ക് കഴിയുന്നത്ര പല റിസോഴ്സിൽ നിന്നുള്ള ആ ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് വർക്ക് ആവുന്നത്, എന്തുകൊണ്ടാണത് നമുക്ക് നല്ലത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞിട്ടാണ് അപ്പം ഉണ്ടാക്കിയത്. കാരണം അത് എന്താ പറയുക, അപ്പം നല്ല ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴല്ലേ നല്ല രസം. അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാക്കാം എന്നോർത്തിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ട്രെയിനിനാണ് ഓഫീസിൽ പോകാറുള്ളത് കേട്ടോ. ഒരു 1 hour എടുക്കും ഡോർ ടു ഡോർ. ഞാനങ്ങനെ സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ ഞാനൊരു 10 minutes നടക്കാറാണ് പതിവ്. ഒരു 15 minutes ഉണ്ട്. നമുക്ക് ട്രാമുണ്ട്, ഒന്നുകിൽ അതിന് പോകാം. പക്ഷേ ഞാനിപ്പോൾ ഒരു കഴിഞ്ഞ വർഷം തൊട്ട് ഞാനങ്ങനെ ട്രാം യൂസ് ചെയ്യാറേ ഇല്ല. ഒന്നാമത് നല്ല തിരക്കാണ്, പിന്നെ ചെറുതായിട്ട് നടക്കുന്നതൊക്കെ നല്ലതല്ലേ. പിന്നെ അങ്ങനെ ഓഫീസിൽ വന്നിട്ട് അങ്ങനെ അധികം വീഡിയോസൊന്നും എടുക്കാൻ പാടാണ്. ഞാനൊരു 10-10:30 ആകുമ്പോൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഉച്ചയ്ക്ക് ലഞ്ച് പുറത്തുനിന്നായിരുന്നു. നമുക്കിവിടെ ഓഫീസിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ഫുഡ് കോർട്ടും ഈറ്ററീസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് തിരിച്ചു വരുന്ന വഴിയാണ്. നമുക്കൊരു 10 to 20 minutes ഫ്രീക്വൻസിയിലാണ് ട്രെയിൻ ഉള്ളത്. ഡിപ്പെൻസ്, ചിലപ്പോൾ നമുക്ക് 10 minutes ഇടവിട്ടുണ്ടാവും. ഒരു പീക്ക് ടൈമിലൊക്കെ 10-15 minutes ഗ്യാപ്പിൽ ട്രെയിൻ ഉണ്ടാവും. അങ്ങനെ വീട്ടിലെത്തി ഒരു ചായയൊക്കെ എടുത്ത് ഞാനിപ്പോൾ ഇങ്ങനെ വെതറൊക്കെ നല്ലതാണെങ്കിൽ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ചെടിയൊക്കെ ഒന്ന് നോക്കി അങ്ങനെയൊക്കെയാണ് വൈകുന്നേരം കേട്ടോ. നമുക്കിപ്പോൾ സമ്മറാണെങ്കിൽ ഇവിടെ മെൽബണിൽ അങ്ങനെ ഭയങ്കര ചൂടൊന്നുമില്ല. ഇപ്രാവശ്യം കുറേ ദിവസങ്ങളിൽ അത്യാവശ്യം നല്ലൊരു വെതറായിരുന്നു, ഒരു വാമായിട്ടുള്ള. പിന്നെ ചില ദിവസങ്ങളിൽ ഭയങ്കര ചൂടായിരുന്നു, 38, 40, 41 അങ്ങനെയൊക്കെ. അത് വളരെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലാണ്, അല്ലെങ്കിൽ ഒരു 24, 25, 28, 29 അങ്ങനെയൊക്കെ. ഇവിടെ ഒരു ചെറിയ ആപ്പിൾ ട്രീ ഉണ്ട്, അതിൽ ഒരു 10-20 ആപ്പിളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സമയമായപ്പോൾ എന്താണെന്നറിയില്ല, അതിൽ നിന്ന് കുറേ എണ്ണ ഇങ്ങനെ പൊഴിഞ്ഞ് വീഴുന്നു. കേടും അങ്ങനെയൊന്നുമില്ല, പക്ഷേ ഒരു 5-6 എണ്ണമൊക്കെ ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പഴങ്ങളൊക്കെ നെറ്റിട്ട് കൊടുത്തില്ലെങ്കിൽ പക്ഷികൾ വന്നിട്ട് കൊത്തും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നെറ്റിട്ട് കൊടുത്താണ്. പിന്നെ കുറച്ച് പോമോഗ്രാനൈറ്റ് ഉണ്ട്, അതിലിങ്ങനെ കുറച്ച് കായ്ച്ചിട്ടുണ്ട്. നമ്മളിതിനെ വെട്ടി ഒതുക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ 2 ഗ്ലാഡിയോലസ് ഒക്കെ ഉണ്ടായിരുന്നു, അത് കാണാൻ നല്ല രസമല്ലേ. പിന്നെ ഈ പറയും പോലെ 2 വലിയ സൺഫ്ലവർ ഉണ്ടായി. ഇവാന് ഭയങ്കര ഇഷ്ടമായിരുന്നു, സൺഫ്ലവർ വേണം, അങ്ങനെ അവൻ നട്ടതാണ്. ഇത്രയും വലിയ സൺഫ്ലവർ ആദ്യമായിട്ടാണ് വീട്ടിലുണ്ടാവുന്നത്. ഇതിപ്പോൾ സണ്ണിനെ നോക്കിയാണ് നിൽക്കുക, അപ്പോൾ ഒരെണ്ണം നമുക്ക് പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. പിന്നെ ഇതൊരു എഗ് പ്ലാന്റ് ആണ്, അതിലിങ്ങനെ കായകളൊക്കെ പിടിച്ച് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ നന്നായിട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ ഒരു എഗ് പ്ലാന്റ്. പിന്നെ കുറച്ച് ചീരയും ബീൻസും ഒക്കെയാണുള്ളത്. ചീര എനിക്ക് ഇപ്രാവശ്യം ഭയങ്കര ലേറ്റായിട്ടാണ്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്രാവശ്യം ബാക്ക് യാർഡൊക്കെ ചെയ്തപ്പോൾ ആ ചീര വിത്തൊക്കെ അങ്ങനെ പോയി, ഇല്ലെങ്കിൽ അത് തന്നെ മുളച്ച് ഇഷ്ടം പോലെ ഉണ്ടായി വന്നേനെ. ഞാനങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ നിന്ന്. ഇന്നിപ്പോൾ വൈകുന്നേരം പിന്നെ നമുക്ക് ഡിന്നറൊക്കെ റെഡിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കങ്ങനെ വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ ഈവനിങ് ആണ് കേട്ടോ. നമുക്ക് കുറേ പ്ലം ഉണ്ടായ കാര്യം പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്ലം കൊണ്ട് കുറച്ച് വൈൻ ഉണ്ടാക്കാമെന്ന്. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല രസമാണ്. പപ്പയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി പറഞ്ഞു തന്നത്. പപ്പ എപ്പോഴും എല്ലാ വർഷവും തന്നെ വീട്ടിലുള്ള പലതരത്തിലുള്ള ഫ്രൂട്ട്സ് കൊണ്ട് വൈൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ വൈൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ പറയും പോലെ ആദ്യം ഫ്രൂട്ട് നന്നായി കഴുകി തുടച്ച് വൃത്തിയാക്കിയെടുക്കുക. ഒട്ടും വെള്ളം പാടില്ല, വെള്ളം ഉണ്ടെങ്കിൽ അത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ വൈൻ ഉണ്ടാക്കുന്ന കൂടെ കുറച്ചിങ്ങനെ മുറിച്ച് ഉപ്പിട്ട് വെച്ചതാണ്. അപ്പോൾ ഉപ്പും കൂടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്, ഒന്നും കൂടി ഒരു മധുരം കൂടും. പിള്ളേരിങ്ങനെയൊക്കെ എടുത്ത് വെച്ചാൽ അവർ കഴിച്ചോളും. പിന്നെ നമുക്ക് വൈൻ ഉണ്ടാക്കാൻ തിളപ്പിച്ചാറ്റിയ വെള്ളം വേണം. അപ്പോൾ നമ്മൾ 1 കിലോ ഫ്രൂട്ടിന് 1.5 ലിറ്റർ വെള്ളം എന്നൊരു കണക്കിലാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം അളന്ന് തിളപ്പിച്ച് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പ്ലം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുകയാണ് കേട്ടോ. പല രീതിയിലും കാണാം, യൂട്യൂബിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചതച്ചിട്ടും മിക്സിയിലടിച്ചിട്ടും അങ്ങനെയൊക്കെ. വീട്ടിലിങ്ങനെയാണ് പപ്പ എപ്പോഴും ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കിയത്. പ്ലം ഉണ്ടായിരുന്നത് കൊണ്ട് ചുമ്മാ ഒരു രസത്തിന് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നത്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ അതുപോലത്തെ നല്ല, അതിലും ടേസ്റ്റി ആയിട്ടുള്ള വൈനായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എന്താണെങ്കിലും പ്ലം ഉണ്ടാകുമ്പോൾ കുറച്ച് വൈനിടാം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇത് നമ്മുടെ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് 1 കിലോ ഫ്രൂട്ടിന് 1.5 ലിറ്റർ വെള്ളം എന്നാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കിച്ചൺ സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്തിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഭരണിയിൽ 1 കിലോ ഫ്രൂട്ട് ഇടാം എന്നുള്ള പ്ലാനിലാണ്. ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയാണ് ഇട്ടത്. ഇനി 1 കിലോ ഫ്രൂട്ടിലോട്ട് നമ്മൾ 1.5 ലിറ്റർ വെള്ളമാണ് ആഡ് ചെയ്യുന്നത്, തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്. അപ്പോൾ ഞാൻ ഈ കപ്പിൽ 3 കപ്പാണ് എനിക്ക് 1.5 ലിറ്റർ. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. നമുക്കപ്പം 750 ഗ്രാം ടു 1 കിലോഗ്രാം ആഡ് ചെയ്യാം. ഞാനപ്പോൾ ഒരു 750 ഗ്രാംസാണ് ആഡ് ചെയ്യുന്നത്, കാരണം ഈ ഫ്രൂട്ടിന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. 1 കിലോ ഇട്ടാൽ കൂടുതലാകും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 750 ഗ്രാമാണ് ആഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു മധുരം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1 കിലോ വരെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനതും മെഷർ ചെയ്തിട്ട് മധുരം ആഡ് ചെയ്തു.
പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വീറ്റാണ്. ഞാൻ ആഡ് ചെയ്യുന്നത് ബ്രോക്കൺ വീറ്റാണ്. നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ ബ്രോക്കൺ വീറ്റ് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന മേടിക്കാനായിട്ട് കിട്ടും, കുറച്ച് വലുത്. ആ ബ്രോക്കൺ വീറ്റ് ഒരു പിടുത്തം ഒരു കുപ്പിയിലോട്ട് ആഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഈസ്റ്റാണ്. ഞാൻ 1 ടീസ്പൂൺ ഈസ്റ്റാണ് ആഡ് ചെയ്യുന്നത് ഈ ഒരു കുപ്പിയിലോട്ട്. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് കൂടെ ആഡ് ചെയ്യാം. 2 ഏലക്ക, പട്ട, ഗ്രാമ്പു, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് അടച്ച് വെക്കാം. നമ്മളിത് എയർ ടൈറ്റ് ആക്കി വെക്കരുത്. ഒരു കോട്ടൺ തുണി കൊണ്ടൊക്കെ കെട്ടി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു വാഷർ എടുത്ത് കളഞ്ഞിട്ടാണ് ഇത് അടച്ച് വെക്കുന്നത്. അപ്പോൾ ഇത് എയർ ടൈറ്റ് അല്ല, എന്നാൽ അതിൽ വേറെ പ്രാണിയോ അങ്ങനെയൊന്നും കയറാതെ ഇരിക്കുകയും ചെയ്യും. ഇത് എയർ ടൈറ്റ് ആക്കി വെച്ചാൽ ചിലപ്പോൾ ഈ കുപ്പിയൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, അതിലൊരു പ്രഷറും ഉണ്ട്. ഇനി നമ്മൾ 7 ദിവസം ഇത് എല്ലാ ദിവസവും വൈകുന്നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വീണ്ടും അടച്ച് വെക്കുക. 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ 14 ദിവസം അനക്കാതെ വെച്ചിട്ട്, അപ്പോൾ മൊത്തം 21 ദിവസമാകും. അപ്പോൾ 21ാമത്തെ ദിവസം നമുക്കിത് അരിച്ചെടുത്തിട്ട് ഇത് നമ്മളൊരു മട്ടൂറാൻ വേണ്ടിയിട്ട് ഒരു ദിവസം അങ്ങനെ വെക്കും. പിന്നെ നമുക്കത് വീണ്ടും അരിച്ചെടുത്തിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ അത് നല്ല അടിപൊളി വൈനായിട്ടുണ്ടാവും. ഇത് ലാസ്റ്റ് ഇയറിൽ ഞാൻ വൈൻ ഉണ്ടാക്കിയപ്പോൾ ഒരു ഫോട്ടോ എടുത്താണ് കേട്ടോ. ഈ വർഷം എങ്ങനെയുണ്ടെന്ന് ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്താൽ മതി. ഞാൻ നാളെ ലഞ്ചിന് വേണ്ടിയിട്ട് ക്വീൻവ ചിക്കൻ സാലഡ് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വീൻവ ചിക്കൻ സാലഡിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമോ എന്ന്. നല്ല ഹെൽത്തി ആയിട്ടുള്ള, നമുക്ക് ചോറിന് പകരമൊക്കെ ലഞ്ചിനോ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സാലഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ക്വീൻവ ഇത് കോസ്കോയിൽ നിന്ന് മേടിച്ചാണ്. ഞാൻ ഏകദേശം ഒരു 3/4 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കഴുകിയെടുക്കാം. ഞാനിത് ബട്ടറിലൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 3/4 കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 3 പോർഷൻ ഉണ്ടാവും. അതായത് 3 പേർക്ക് ഒരു നേരം കഴിക്കാം. ഇത് നമുക്ക് വെറുതെ വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തിട്ടും ഉണ്ടാക്കാം. നമ്മൾ ഇതുപോലെ ബട്ടറിൽ ഓയിലൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഈ ക്വീൻവ എന്ന് പറയുന്നത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു രുചിയോ അരുചിയോ ഒന്നും ഇല്ലാത്തൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്വീൻവ ഇത്ര പോപ്പുലർ ആകാനുള്ള ഒരു കാര്യം അതിൻ്റെ ഹൈ പ്രോട്ടീൻ ആൻഡ് ഫൈബർ കണ്ടൻറ്റാണ്. ക്വീൻവ ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ സോഴ്സാണ്. അപ്പോൾ ഞാനിതൊന്നിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇനി ഇതിലോട്ട് നമുക്ക് തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്യാം. 3/4 കപ്പ് ക്വീൻവയ്ക്ക് ഏകദേശം ഒരു 2 ഗ്ലാസ്സിനടുത്ത് വെള്ളം തന്നെ വേണം. അപ്പോൾ ഞാനൊരു 1.5 കപ്പ് ആഡ് ചെയ്തിട്ട് പിന്നെ ഒരു 1/2 കപ്പിനടുത്ത് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നാലേ ഇത് നന്നായിട്ട് വേവത്തുള്ളൂ. നമുക്കിങ്ങനെ കുക്കറിൽ ഇത് കുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നുന്നതുകൊണ്ട് ഞാനിപ്പം ഈ ഒരു രീതിയിലാണ് കുക്ക് ചെയ്യാറുള്ളത്. ഇനി ഇത് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് സിമ്മിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ കുക്ക് ചെയ്യാം. ഒരു 15-20 മിനിറ്റ്സ് കൊണ്ടൊക്കെ ഇത് നല്ല കുക്കായി സോഫ്റ്റായിട്ട് വരും. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പൊട്ടി അങ്ങനെ വരും, നമുക്ക് കഴിക്കുമ്പോൾ അറിയാം നല്ല സോഫ്റ്റായിട്ട് ആ ഒരു ടെക്സ്ചറായിരിക്കും. ഇനി ഞാനിത് തണുക്കാൻ വേണ്ടി വെക്കുകയാണ്. ആ ഒരു സമയത്ത് നമുക്ക് സാലഡിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സിങ്ങും ബാക്കി വെജീസും ഒക്കെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഏത് സാലഡിന് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു അടിപൊളി ഡ്രസ്സിങ്ങാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. ഇവിടെ കിട്ടുന്ന കുറച്ച് വലിയ വെളുത്തുള്ളിയാണ്, അപ്പോൾ 2 എണ്ണമൊക്കെ മതി. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു 5-6 അല്ലിയൊക്കെ എടുക്കുക. പിന്നെ അതിലോട്ടൊരു കുഞ്ഞി കഷ്ണം ഉള്ളിയും കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലുണ്ടെങ്കിൽ അതിലോട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കത് മിക്സ് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. പിന്നെ കുറച്ച് ആപ്പിൾ സിഡർ വിനെഗറാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഏത് സാലഡിലാണെങ്കിലും കുറച്ച് വിനെഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യുക. പിന്നെ ഞാനിവിടെ കുറച്ച് ഒലീവ് ഓയിൽ, ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ, പിന്നെ കുറച്ച് ഹണി ഒരു ചെറിയ മധുരം ഉണ്ടാകുമ്പം അതൊരു രസമാണ്. നമ്മളിതിൻ്റെ കൂടെ ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രയും സംഭവങ്ങളിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ്ഡായിട്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഡ്രസ്സിങ് കിട്ടും. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് ഡ്രസ്സിങ്ങാണ്. ഇവിടെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഇത് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാലഡ് ഡ്രസ്സിങ്സ് കാണാനായിട്ട് പറ്റും. നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് സാലഡ്സ് എന്ന് പറയുമ്പോൾ പൊതുവേ ഒരു ബോറിങ് സംഭവമായിട്ടില്ലേ തോന്നുക. പക്ഷേ നല്ലൊരു ഡ്രസ്സിങ് ഉണ്ടെങ്കിൽ ഏത് ബോറിങ് സാലഡിനെയും നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റാം. അപ്പോൾ എൻ്റെ ഡ്രസ്സിങ് റെഡിയായി. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. എനിക്ക് ക്യുക്കുംബർ ഒരു മസ്റ്റാണ്. സാലഡ് എന്ന് പറയുമ്പോൾ ഒരു ക്യുക്കുംബർ ഇല്ലാതെ ആ ഒരു ഫീൽ കിട്ടില്ല അല്ലേ. അപ്പോൾ ഞാനൊരു ക്യുക്കുംബർ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ലെറ്റ്യൂസ് ഇതുപോലെ നമ്മളൊരു ടിഷ്യൂ പേപ്പറിൽ കവർ ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് ബാഗിലിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 2-3 വീക്സ് വരെ നല്ല ഫ്രഷ് ആയിട്ടും ക്രഞ്ചി ആയിട്ടും ഇരിക്കും. ഓരോ പ്രാവശ്യം ഞാനിത് യൂസ് ചെയ്യുമ്പോഴും ഈ ബാഗ് ഞാൻ തിരിച്ചും മറിച്ചും വെക്കും. കാരണം ആ ബാഗിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മളത് മറിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ വീണ്ടും അതേ ടിഷ്യൂ വെച്ചിട്ട് വെക്കുകയെന്നുണ്ടെങ്കിൽ കുറേ നാളിങ്ങനെ ഇരിക്കും കേട്ടോ. എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് 1 വീക്ക് കൊണ്ട് തന്നെ ഈ ലെറ്റ്യൂസ് തീരണമെന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു കഷ്ണം ലെറ്റ്യൂസ് എടുക്കുന്നുണ്ട്, പിന്നെ ഒരു കഷ്ണം ടൊമാറ്റോ, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇടാം. ക്യാപ്സിക്കം ഇടാം. വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു.
ഇനി നമുക്ക് വേണ്ടത് ചിക്കനാണ്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ആഴ്ച നമ്മൾ മീൽ പ്രിപ്പ് ചെയ്തില്ലായിരുന്നു, അപ്പോൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കനാണ്. അപ്പോൾ ഞാനിതുകൊണ്ട് കൈകൊണ്ട് ഇങ്ങനെ പിച്ച് ചീന്തി എടുക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പരിപാടികളെല്ലാം ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ക്വീൻവ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലോട്ട് തന്നെയാണ് എല്ലാം മിക്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയൊരു ക്വാണ്ടിറ്റിയിലുള്ള ചിക്കനാണ് എടുക്കുന്നത്. ഇത് ചിക്കൻ ബ്രസ്റ്റാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച വെജീസ് എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്യാം. നമുക്കിനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സിങ് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ ഓഫീസിലൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സിങ് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ എന്താ പറയുക, കുറച്ചുകൂടെ നല്ലതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഈ സോൾട്ടൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഈ വെജീസൊക്കെ ഒരു ഇച്ചിരി സോഗിയാവും. പക്ഷേ ഇതിലെനിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നാറില്ല ഈ ഒരു ക്യൂൻവ സാലഡിൽ. പക്ഷേ ഇൻ ജനറൽ നമ്മൾ സാലഡിന് ഡ്രസ്സിങ് ആ ഒരു സമയത്ത് ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഇങ്ങനെ ആഡ് ചെയ്തെല്ലാം റെഡിയാക്കി വെക്കുക എന്നുള്ളത് നമുക്ക് വളരെ കൺവീനിയൻ്റ് ആണ്. പിന്നെ കൊണ്ടുപോകുവാണെങ്കിലും ഒരു പാത്രത്തിൽ കൊണ്ടുപോയാൽ മതിയല്ലോ. ഞാനതുകൊണ്ട് അധികവും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നല്ല ഹെൽത്തിയാണ്, നല്ല യമ്മിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ സാലഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കഴിക്കണമല്ലോ എന്നോർത്ത് കഴിക്കുന്നതാണ്. പക്ഷേ നമ്മളിങ്ങനെ ഓരോരോ പുതിയ ഡ്രസ്സിങ്ങും പുതിയ റെസിപ്പീസും ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ സാലഡ്സും നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണ് കേട്ടോ. നമ്മൾ കഴിയുന്നത്ര വെജീസ് ബേസിക്കലി നമ്മുടെ ഒരു ഡേ ടു ഡേ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാലഡിൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇത്രയും കണ്ടിട്ടും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് കാണുമ്പോൾ ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യങ്ങളിലൊന്ന് നിങ്ങളുടെ കമൻസാണ്. അതുകൊണ്ട് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.